കൊരട്ടി ഭവന, കോഴൂർ സെന്റ് ജോസഫ് ചർച്ച് വിമൻ വെൽഫെയർ സംഘടന അവതരിപ്പിക്കുന്ന മോനിക്ക പുണ്യമതിയുടെ ജീവചരിത്രത്തിന്റെ ഒരു ലഘു ദൃശ്യ ആവിഷ്കരണം. ക്രൈസ്തവ വിശ്വാസിയായ ഒരമ്മ എങ്ങനെയായിരിക്കണമെന്നതിന്റെ ഉത്തമ മാതൃകയാണ് വിശുദ്ധ മോനിക്ക. വിശുദ്ധനായ അഗസ്റ്റിന്റെ അമ്മയായ മോനിക്കയുടെ ജീവിതകഥ എല്ലാ മാതാപിതാക്കളും അറിഞ്ഞിരിക്കേണ്ടതാണ്. ആഫ്രിക്കയിലെ കാർത്തേജിൽ ജനിച്ച മോനിക്ക ഒരു ക്രൈസ്തവ വിശ്വാസിയായിരുന്നു. എന്നാൽ അവൾ വിവാഹം ചെയ്ത പെട്രീഷ്യസ് ഒരു വിജാതീയനായിരുന്നു. അഗസ്റ്റിനെ കൂടാതെ നബീജിയസ് എന്നൊരു മകനും അവർക്ക് ഉണ്ടായിരുന്നു. പെട്രീഷ്യസ് ക്രൂരനായ ഒരു ഭർത്താവായിരുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അയാൾ മോനിക്കയോട് തട്ടിക്കയറി. എപ്പോഴും അവളെ വഴക്കു പറയുമായിരുന്നു. ചിലപ്പോഴൊക്കെ അവളെ മർദ്ദിച്ചെന്നും വരും. എന്നാൽ മോനിക്ക നല്ല അനുസരണയുള്ള ഒരു ഭാര്യയായി തന്നെ ജീവിച്ചു. ഒരിക്കൽ പോലും ഭർത്താവിനോട് മറുത്തൊരു വാക്ക് പറയുവാൻ അവൾ ശ്രമിച്ചില്ല. തന്റെ ഭർത്താവിനെ അവൾ ഏറെ സ്നേഹിച്ചിരുന്നു. അയാളെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ അവൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനുവേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. എങ്കിലും മരണത്തിന് തൊട്ടു മുൻപ് വരെ അയാൾ തന്റെ വിശ്വാസങ്ങളിൽ തന്നെ ഉറച്ചു നിന്നു. എന്നാൽ തന്റെ മരണക്കിടക്കയിൽ വെച്ച് അയാൾ മോനിക്കയുടെ ദൈവത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞു. ജ്ഞാനസ്നാനം സ്വീകരിച്ച് അയാൾ യേശുവിന്റെ അനുയായി ആയി മാറി. ഭർത്താവിനെ യേശുവിന്റെ വഴിയെ കൊണ്ടുവന്നെങ്കിലും മകനെ യേശുവിലേക്ക് അടുപ്പിക്കുവാൻ മോനിക്കയ്ക്ക് അപ്പോഴും സാധിച്ചിരുന്നില്ല. അക്കാലത്ത് ആഫ്രിക്കയിൽ ഏറെ പ്രചാരത്തിലിരുന്ന മാണിക്കേയ മതത്തിന്റെ പ്രചാരകനായിരുന്നു അഗസ്റ്റിൻ. ഇന്ത്യയടക്കം പലയിടങ്ങളിലും മാണിക്കേയ മതം പ്രചരിച്ചിരുന്നു. ബാബിലോണിന് സമീപമുള്ള മാതിയോ എന്ന സ്ഥലത്തുള്ള മണി എന്ന വ്യക്തിയാണ് മാണിക്കേയ മതത്തിന്റെ സ്ഥാപകൻ. താൻ ക്രിസ്തുവിന്റെ പിന്തുടർച്ചക്കാരനെന്ന് മണി സ്വയം വിശേഷിപ്പിച്ചിരുന്നു. തന്റെ മകൻ വഴിതെറ്റി പോകുന്നു എന്ന് കണ്ട് ഏറെ ദുഃഖിതയായ ആ അമ്മ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. അമ്മയുടെ സമ്മർദ്ദം സഹിക്കവയ്യാതായപ്പോൾ ആ മകൻ ഒളിച്ച് സ്ഥലം വിടുക പോലും ചെയ്തു. മോനിക്ക തന്റെ പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെ വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗം അഗസ്റ്റിൻ കേൾക്കാൻ ഇടയായി. ഒടുവിൽ ഒരു ഉത്ഥാന ദിവസം അദ്ദേഹം ജ്ഞാനസ്ഥാനം സ്വീകരിച്ചു. വിശുദ്ധ അംബ്രോസിന്റെ ഉപദേശപ്രകാരമാണ് മോനിക്ക ജീവിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ. മരണം വരെയും ഒരു നിമിഷം പോലും അവൾ പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. മറ്റൊന്നിനു വേണ്ടിയും മോനിക്കയുടെ മനസ്സ് പ്രാർത്ഥിച്ചിരുന്നില്ല. പാപം കുഞ്ഞേ നീ ചെയ്യരുതേ, ദൈവകോപം നിന്റെ മേലാഞ്ഞു വീഴും. ലോകം മുഴുവനും നേടിയാലും നിന്റെ ആത്മാവു നാശത്തിൽ താണ്ടുപോയാൽ പാപം കുഞ്ഞേ നീ ചെയ്യരുതേ, ദൈവകോപം നിന്റെ മേലാഞ്ഞു വീഴും. തന്റെ മരണസമയത്ത് മോനിക്ക തന്റെ മക്കളെ അടുത്തു വിളിച്ച് എന്റെ ശരീരം എവിടെ വേണമെങ്കിലും ഉപേക്ഷിച്ചു കൊള്ളുക എന്ന്
ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യണം. ബലിപീഠത്തിൽ എന്നെ സ്മരിക്കണം. അങ്ങനെ തന്റെ 56-ാമത്തെ വയസ്സിൽ രോഗബാധിതയായ മോണിക്ക 9 ദിവസത്തിന് ശേഷം മരിച്ചു. ഇന്ന് ആ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും ദൈവപിതാവിന് സമർപ്പിക്കാം. ദൈവമേ, ഞങ്ങളും വിശുദ്ധ മോനിക്കായെ പോലെ ജീവിക്കുവാനും ഞങ്ങളുടെ ദൈവവിശ്വാസത്തിലൂടെ അനേകരെ അങ്ങയുടെ പക്കലേക്ക് ആനയിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങൾക്ക് കൃപ തരയണമേ.